നമസ്കാരം. വിശാഖം നാളിൻ്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ വിശാഖം നാളുകാരും വ്യാഴദശയിലാണ് ജനിക്കുന്നത്. നക്ഷത്രാധിപൻ വ്യാഴമാണ്. അപ്പം അങ്ങനെ ജനന ശിഷ്ടം വ്യാഴദശ എത്ര കാലമുണ്ട് എന്ന് വിധിപ്രകാരം കണക്കാക്കി നോക്കണം. വിശാഖം നാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോൾ ജനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിത് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ വ്യാഴം കഴിഞ്ഞ് വരുന്ന ശനിദശ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്, പിന്നെ വരുന്ന ബുധൻ, കേതു തുടങ്ങിയ ദശാകാലങ്ങളുടെയൊക്കെ സന്ദർഭങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വാധീനമനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയാണ്. ഈ വ്യാഴദശയെ തുടർന്ന് വരുന്നുള്ള ശനിദശയിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദഗതി അനുഭവപ്പെടുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിയാണോ? സാമ്പത്തിക നഷ്ടം, മനക്ലേശം ഇതൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ചുള്ള ഗ്രഹനില തയ്യാർ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പരിശോധനയിൽ നിങ്ങളുടെ ദശാകാലങ്ങളുടെ കൃത്യമായ ഗതി അനുസരിച്ച് പരിഹാരം ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക്, തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി ഇവ നടത്തുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം ഗോൾഡൻ ടോപ്പാസ് എന്ന കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് പ്രയോജനം ചെയ്യും. മഹാസുദർശന യന്ത്രം വിധിപ്രകാരം പൂജിച്ച് ധരിക്കുന്നത് നല്ലതാണ്. മഹാസുദർശന ഹോമം ഗൃഹത്തിൽ നടത്തുന്നതും വളരെ ഗുണം ചെയ്യും.